പഠിക്കുന്ന കുട്ടികളിൽ പൊതുവേ കണ്ടുവരുന്ന 3 ആന മണ്ടത്തരങ്ങൾ ഞാൻ പറയാമേ. ഇതെനിക്ക് അവരുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയ കാര്യങ്ങളാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം, നല്ല സ്ട്രെസ്സിൽ പ്രഷറിൽ പഠിച്ചാൽ മാത്രമേ പഠിക്കുന്നത് മുഴുവനായിട്ട് തലയിൽ കയറുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ പരീക്ഷ അടുക്കുന്ന സമയത്ത് മാത്രം പഠിക്കുന്നത്. ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. വളരെ സ്പീഡിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ബ്രെയിനിലെത്തും, പക്ഷേ അതേ സ്പീഡിൽ തന്നെ അത് ഇറങ്ങിപ്പോവുകയും ചെയ്യും കേട്ടോ. രണ്ടാമത് പറയുന്ന ആനമണ്ടത്തരം എന്ന് പറയുന്നത്, പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ 80% മേലെ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ തരുന്ന നോട്ട് തന്നെ ധാരാളം, വേണമെങ്കിൽ ഒരു ഗൈഡും കൂടി പഠിക്കുക, അപ്പോൾ നമുക്ക് 80% മേലെ മാർക്ക് എന്തായാലും കിട്ടും. ഇപ്പോഴത്തെ കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ്റെ ഇത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ടെക്സ്റ്റ് വായിക്കാതെ അല്ലെങ്കിൽ ടെക്സ്റ്റിനകത്തുള്ള കാര്യങ്ങൾ അറിയാണ്ട് പരീക്ഷ എഴുതിയാൽ നിങ്ങൾ വിചാരിക്കുന്ന മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല. ഇനി മൂന്നാമത് പറയുന്നത്, പഠിക്കുകയൊക്കെ ചെയ്തു, പരീക്ഷ എഴുതുകയും ചെയ്തു, മാർക്ക് കുറഞ്ഞു. ഉടനെ പറയും എനിക്ക് ബുദ്ധിയില്ല, എനിക്ക് അവരത്ര ഐക്യമില്ല, എനിക്ക് ഓർമ്മശക്തിയില്ല, അതുകൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞതെന്ന്. വളരെ തെറ്റായ കാര്യമാണത്. വളരെ കുറച്ച് പേർക്കേ ആ പ്രശ്നമുള്ളൂ. ബാക്കിയുള്ളവരുടെ എല്ലാം പ്രശ്നം ഒന്നല്ലെങ്കിൽ പഠിച്ച രീതി ശരിയായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് ആ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് മര്യാദയ്ക്ക് ആൻസർ ഷീറ്റിൽ എഴുതിയിട്ടുണ്ടാവില്ല. അതായിരിക്കും കാരണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക, എന്താണ് എൻ്റെ പ്രശ്നം, ഞാനതെങ്ങനെ തിരുത്തുമെന്നുള്ളത്. താങ്ക് യു.